സങ്കീർത്തനങ്ങളുടെ പുസ്തകം 74 അധ്യായം, അഥവാ 74 സങ്കീർത്തനം 16 വാക്യം. 74 സങ്കീർത്തനം 16 വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്. പകൽ നിനക്കുള്ളത് ഒരു സെമിക്കോളനാണ് അവിടെ കാണുന്നത്, അർദ്ധവിരാമം. നിങ്ങൾക്ക് മലയാള ഭാഷ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം അർദ്ധവിരാമവും പൂർണ്ണവിരാമവും തമ്മിലുള്ള വ്യത്യാസം. അർദ്ധവിരാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധോക്തിയാണ്, അവിടെ നിർത്തുകയാണ്, പൂർണ്ണമായിട്ട് തീരുന്നില്ല. പകൽ നിനക്കുള്ളത് സ്റ്റേറ്റ്മെന്റ്, അത് അതിൽ തന്നെ പൂർണ്ണമായ ഒരു പ്രസ്താവനയാണ്. പകൽ നിനക്കുള്ളത് എന്നാൽ അവിടെ കൊണ്ടത് ആശയം അവസാനിക്കുന്നില്ല, ആശയം തുടരുകയാണ്. എന്താണ് തുടരുന്ന ആശയം? ഇതാണ്, രാവും നിനക്കുള്ളത്. അപ്പൊ പകൽ നിനക്കുള്ളത് എല്ലാവരും എഗ്രി ചെയ്യുന്ന, പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ഒരു സത്യം. പകൽ നിനക്കുള്ളത്, ദൈവത്തിന്റെ പ്രാഭവം വെളിപ്പെടുകയാണ്. പ്രതാപശാലിയായ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തന്റെ രഥം തെളിച്ചു പോവുകയാണ്. പകല് ഉൽപാദനക്ഷമതയുടെ പകലാണ്. പുരാതന കാലത്താണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ ജോലികളില്ല. ഇന്നാണ് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ളത്, പ്രൊഡക്ടിവിറ്റി ഉള്ളത്. അന്ന് പകലാണ് അധ്വാനം, നിർമ്മാണം, കൃഷി ഒക്കെ നടക്കുന്നത്. പകല് ഉൽപാദനത്തിന്റെയും എല്ലാ തരത്തിൽപ്പെട്ട വ്യവഹാരങ്ങളുടെയും പകലാണ്. മീറ്റിങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും സമ്മേളനങ്ങളുടെയും എല്ലാത്തിന്റെയും പകൽ നിനക്കുള്ളത്. അവിടെ ഈ പകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സങ്കീർത്തനം എഴുതപ്പെട്ട കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളത് ഇന്നിന്റെ അവസ്ഥയിൽ അതിനെ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ പറയാണ് പകൽ നിനക്കുള്ളത്. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് രാവും നിനക്കുള്ളത്. അപ്പൊ ഒരു ദിവസത്തിന്റെ പൂർണ്ണത രാപ്പകൽ എന്നാ പറയുന്നത്. രാവും പകലും ചേരുമ്പോഴാണ് ഒരു പൂർണ്ണ ദിവസമായി തീരുന്നത്. അപ്പൊ രാപ്പകൽ, ഇപ്പൊ നിങ്ങൾ ഈ മലയാളത്തില് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഡേ എന്നാ പറയുക, അല്ലെ? ഒരു ദിവസത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ഡേ എന്നാണ്. പക്ഷെ പകലിന് പറയുന്നത് ഡേ എന്നാണ്. അപ്പൊ ഒരു ഡേ എന്നാൽ നമ്മൾ ആ ഡേയെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, നൈറ്റിനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ട്? പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പകൽ, അല്ലെ ദിനം എന്നുള്ള വാക്ക് നോക്കുക. ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അല്ല, അത് പകലാണ്. അപ്പൊ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ദിനങ്ങളാണ്. അപ്പൊ രാത്രി അവഗണിക്കപ്പെടല്ല, കണക്കിലിടുന്നില്ല, ദിനരാത്രങ്ങൾ എന്ന് പറയുന്നില്ല. അപ്പൊ ഇവിടെ പറയാണ് പകൽ നിനക്കുള്ളത്. പൊതുവെ 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 പകലാണ് കൗണ്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷെ പകൽ നിനക്കുള്ളത്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് രാവും നിനക്കുള്ളത്. രാവും നിനക്കുള്ളത്. നൈറ്റ് ഓൾസോ ഈസ് യുവേഴ്സ്. നൈറ്റ് ഓൾസോ ഈസ് യുവേഴ്സ്. നോട്ട് ഓൺലി ദ ഡേ ബട്ട് ഓൾസോ ദ നൈറ്റ് ഈസ് യുവേഴ്സ്. അപ്പം രാത്രിയും നിന്റേതാണ്. അപ്പം രാത്രിയാകുമ്പോൾ ദൈവം തന്റെ സിംഹാസനത്തെ ഉപേക്ഷിക്കുന്നില്ല. രാത്രിയിലും ദൈവം സിംഹാസനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥി, ഒരു പഞ്ചായത്ത് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് തോറ്റു. പുള്ളി പറയാ ഇനിയിപ്പോ ഇടതുപക്ഷത്തേക്ക് അങ്ങ് ചേർന്നേക്കാം, കാരണം അവരൊക്കെയാണ് ഇനി ജയിക്കും തോന്നുന്നു. കാരണം അതൊരു നിരാശയാണ്. നമ്മൾ പലപ്പോഴും തിരിച്ചടികള്, പ്രതികൂലങ്ങള് ഒക്കെ വരുമ്പോ നിരാശപ്പെട്ടു പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, പകല് ദൈവത്തിൻ്റെതാണ്, വിജയത്തിൻ്റെതാണ്, അനുഗ്രഹത്തിൻ്റെതാണ്. പക്ഷെ രാത്രിയും ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം പകലിനെയും രാവിനെയും സൃഷ്ടിച്ചു. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും സൃഷ്ടിച്ചു. ദൈവം ശീതകാലത്തെയും ഉഷ്ണകാലത്തെയും സൃഷ്ടിച്ചു. ഗോഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത്. ദൈവം പറയാണ് രാത്രി ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് തന്നെ ഉള്ളതാണ്. ആ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പം
The dry seasons of religious indifference or social sin is not exempted from divine purpose and divine plan. It is included. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പൊ ഇനി നമ്മുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴും അങ്ങനെയാണ്. കേവലമായ ഒരു രാത്രിയെ കുറിച്ചല്ല അവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരന്റെ ആത്മകഥകൾ, അവന്റെ ആത്മഗാനാലാപം അതിലാണ്. പകൽ നിനക്കുള്ളതാണ്, രാത്രി നിനക്കുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ രാത്രികൾ, നിരാശയുടെ രാത്രികൾ, തിരിച്ചടികളുടെ രാത്രികൾ, കണ്ണുനീരിന്റെ രാത്രികൾ. അപ്പം ലോകത്ത് പലതും ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ പോകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോ വളരെ വലിയ നിരാശകളും വലിയ ഡ്രിഫ്റ്റവേ സഭ അതിന്റെ പർപ്പസിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്നതൊക്കെ കാണുമ്പോൾ ഭക്തന്മാരായ ആളുകൾക്ക് നിരാശയുണ്ടാകും. കൈപ്പോടുകൂടിയ നിരാശയും കണ്ണുനീരും തേങ്ങലുകളും ഉണ്ടാകും. പക്ഷേ ആ സമയത്തും still God is sovereign and he is on the throne and he is in control. അപ്പൊ ദൈവം ഇപ്പോഴും സർവശക്തനാണ്, ദൈവം ഇപ്പോഴും പരമാധികാരിയാണ്, ദൈവം ഇപ്പോഴും അവിടുത്തെ സിംഹാസനത്തിൽ തന്നെയാണ്. നത്തിങ് ഹാസ് ഹാപ്പൻഡ്. പക്ഷേ നീ ഒരു രാത്രിയിലൂടെ പോവുകയാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പം അക്നോളജ് ചെയ്യേണ്ട, തിരിച്ചറിയേണ്ടതായ സത്യം സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, യെസ് ലോർഡ്, യെസ് ലോർഡ്, the night is also yours. രാത്രിയും നിന്റേതാണ്. ഇതാണ് ദൈവത്തെ അറിയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, അംഗീകരിച്ച് ആരാധിക്കുന്ന ഒരു പ്രസ്താവനയാണ്. വളരെ മനോഹരമായിട്ട് നമ്മളവിടെ കാണുകയാണ്. പകൽ നിനക്കുള്ളത്, രാവ് നിനക്കുള്ളത്, ദൈവമേ പുരാതനമേ എൻ്റെ രാജാവാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ സോവർണിറ്റിയെ കുറിച്ച്, ദൈവത്തിന്റെ ആ ശക്തിയെ കുറിച്ചാണ് ഇവിടെ ആസാഫ് പറയുന്നത്. ധ്യാനം, ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞെന്ത് ചോദിക്കാണ്. ആദ്യം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ശാന്തത വരികയാണ്, പിന്നെ റിഫ്ലക്ഷൻസ് ആണ്, പിന്നെയാണ് തിരിച്ചറിയുന്നത്. തിരിച്ചറിവിന്റെ സുഭാഷിതങ്ങൾ ആസാഫ് ആലപിക്കുകയാണ്. ആസാഫ് പറയുകയാണ്, പകൽ നിനക്കുള്ളതാണ്, രാവും നിനക്കുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ പകലുകളല്ലായിരിക്കും, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ രാവുകളിലൂടെ കടന്നു പോകാതിരിക്കാം. അപ്പോ ഭക്തന്മാർ ഒരുപാട് പേര് ചോദിച്ച റെക്കോർഡ് നമുക്കുണ്ട്. ദൈവമേ നീ എവിടെയാണ്? നീ എന്നെ മറക്കുന്ന എന്താണ്? നീ എന്റെ നിലവിളി കേൾക്കാത്ത എന്താണ്? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന എന്താണ്? എനിക്കിങ്ങനെ ഭവിച്ചത് എന്താണ്? രാത്രിയാണ്. പക്ഷേ ഈ രാത്രിയും ദൈവത്തിൻ്റെതാണ്. ഈ രാത്രിയും അവന്റെ പ്ലാനിന്റെ ഭാഗമാണ്. നമുക്ക് എത്ര പേർക്ക് ആ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് ചെല്ലാൻ പറ്റും? The night in which Lord's servants weep with bitterness. കൈപ്പോടുകൂടെ കരയുക, നിരാശയോടുകൂടെ വിതുമ്പുകയാണ്, പ്രതികൂലങ്ങളാണ്, പ്രയാസങ്ങളാണ്, രാത്രിയാണ്. പക്ഷെ ഈ രാത്രിയിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പുതപ്പ് നിങ്ങളെ വാരി ചുറ്റിയിരിക്കാൻ. നിങ്ങൾ ഓർക്കും നിങ്ങൾ ഒറ്റയ്ക്കായി, ഇരുട്ടായി. ദൈവം നിങ്ങളെ കാണുകയാണ്, നക്ഷത്രങ്ങൾ നിങ്ങളെ നോക്കുന്ന പോലെ. രാത്രിയിൽ എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ നമ്മളെ നോക്കുന്ന പോലെ തോന്നും. സൂര്യനെ മാത്രമല്ല, ചന്ദ്രനെയും ദൈവമാണ് സൃഷ്ടിച്ചത്, അല്ലേ? പകലത്തെ ആ പ്രതാപശാലിയായ സൂര്യനല്ല രാത്രിയിലെ ചന്ദ്രൻ. പക്ഷെ ആ രാത്രിയും ദൈവത്തിന്റെ വകയാണ്. പകൽ മാത്രമല്ല ദൈവത്തിൻ്റെത്, രാത്രിയും ദൈവത്തിൻ്റെതാണ്. ഈ ഒരു തിരിച്ചറിവ്, നമ്മുടെ ജീവിതം പകലുകൾ കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നതല്ല. ഒരു വർഷം, ഇപ്പൊ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലോട്ട് നമ്മൾ വരികയാണ്. ഇപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് പകലുകൾ കൊണ്ട് തന്നെ തീർത്ത് ഒരു വർഷം ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ, മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ പകലുകൾ കൊണ്ട് തന്നെ തീർത്ത ഒരു വർഷമില്ല. ലോകത്തിലെ മഹാന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല, എവിടെയും ഉണ്ടായിട്ടില്ല.
അവരുടെ ജീവിതവും അങ്ങനെയാണ്. പകലുകളും രാത്രികളും മാറി മാറി വരിക. പകലുകൾ മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പകലിന്റെ ദൈവമാണ്, പകലിന്റെ അധിപതിയെയാണ്, പകലുകൾക്ക് നാഥനായവൻ. പ്രാഭവത്തോടെ എഴുന്നള്ളുന്ന സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. രാത്രിയും തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, രാത്രിയും. ദൈവത്തിന്റെ വഴികൾ ഒരിക്കലും രാത്രി കൊണ്ട് മറഞ്ഞു പോകുന്നില്ല. രാത്രിയിൽ ആ ശിഷ്യന്മാര് കണ്ടുവലിച്ചു വലഞ്ഞ് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ദ ടെമ്പസ്റ്റ്, കൊടുങ്കാറ്റിന്റെ നടുവിലൂടെ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വരികയാണ്. നൈറ്റ് ഈസ് ഓൾസോ യുവേഴ്സ്. എല്ലാ സീസണും, ഓൾ സീസൺസ് ബിലോങ്സ് ടു ഹിം. വസന്തം മാത്രമല്ല ദൈവത്തിൻ്റെതായിട്ടുള്ളത്, വിന്ററും ദൈവത്തിൻ്റെതാണ്. വസന്തവും ഹേമന്തവും ഒരുപോലെ ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും എല്ലാ അവസ്ഥകളും ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ പാപത്തിൽ മുഴുകി ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങൾ ബലഹീനനായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? പാപപങ്കിലമായ ജീവിതമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? യു ഫീൽ സോ? Good news is this, that also part of his divine plan. അതും ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്തല്ല. ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്തൊന്നും സംഭവിക്കുന്നില്ല. He's sovereign God, He's Almighty God, and He's in control. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിക്ക് പുറത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് പൗലോസ്ലീഹ തന്റെ വിഖ്യാതമായ പ്രസ്താവന റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? അത് ദൈവം തന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അപ്പൊ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം നന്മയായി തീരുന്നു. ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർ. ഇനി നിങ്ങൾ പറയൂ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലാതെ വിളിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? രണ്ട് ചോദ്യമാണ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലാതെ വിളിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലാതെ വിളിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? And we know that in all things God works for the good of those who love Him, who have been called according to His plan and purpose. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ട സകല ആളുകൾക്കും ദൈവം എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തിന് നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ബിക്കോസ് He is Almighty, He is sovereign, and He is omniscient, and He is omnipresent. And we know that all things work together for good to those who love God, to those who are called according to His purpose. അപ്പൊ ആരാണ് അവന്റെ പർപ്പസ് അനുസരിച്ച് വിളിക്കപ്പെടാത്തത്? Is there anyone who has not called according to His purpose? Can you show a single person? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ, ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കാത്ത വ്യക്തി എന്നൊന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്താൽ, ദൈവപദ്ധതിയാൽ വിളിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? Can you show me a single person? ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഒരാളെ കാണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ വിളിക്കപ്പെട്ടില്ല? നിങ്ങൾ ഉത്തരം പറയണം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം
വിളിക്കപ്പെട്ട എല്ലാവർക്കും എല്ലാം നന്മയ്ക്കായി വർക്കൗട്ട് ചെയ്യുന്ന ദൈവത്തെയാണ് തിരുവെഴുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളിവിടെ ഈ നമ്മുടെ ചുറ്റും കാണുമ്പം ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോ ഇവിടെ ഉത്തരം വന്നിരിക്കുക. അതാ ഉത്തരം. പകൽ നിനക്കുള്ളത്, രാത്രിയും നിനക്കും. പുരാതന കാലത്തെ ആ രാത്രിയെ നിങ്ങൾ ഓർക്ക്. മൃഗങ്ങളുടെ ശബ്ദങ്ങളും അല്ലെ, ഭീകരത. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റിയോ ഒന്നുമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എല്ലാവരും അവനവന്റെ കൂരകളിലേക്ക് കടക്കും, സുരക്ഷിത സ്ഥാനങ്ങൾ തേടിപ്പോകും. വന്യമൃഗങ്ങളും ഇഴജാതികളും ഒക്കെ പുറത്തിറങ്ങും. രാത്രി ഇന്നത്തെക്കാളൊക്കെ വളരെ ഭീകരമായി, അൺസർട്ടനിറ്റിയുടെ ഡാർക്ക്നെസ് വാഴുന്ന രാത്രി. എന്റെയൊക്കെ ചെറുപ്പത്തിലെ രാത്രി വളരെ ഭീകരമാണ്. വെളിച്ചം വളരെ കുറവാണ്, സ്ട്രീറ്റ് ലൈറ്റുകളില്ല, മോട്ടോർ വാഹനങ്ങൾ വളരെ കുറവാണ്, ശബ്ദങ്ങളില്ല. ഈ ചീവീടും അതുപോലെയുള്ള മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്, പ്രകൃതിയുടെ ശബ്ദങ്ങൾ. ഭീകര തളം കെട്ടി നിൽക്കുകയാണ്. രാത്രി വളരെ അനിശ്ചിതത്വത്തിൻ്റെതാണ്. ഡാർക്ക്നെസ് ആൻഡ് അൺസർട്ടനിറ്റിയാണ്, അന്ധകാരവും അനിശ്ചിതത്വവും. ഈ തിരുവെഴുത്തിൽ ഈ വാക്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ പഠിക്കുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അന്ധകാരത്തിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഈ തിരുവെഴുത്ത് നിങ്ങളോട് പറയുന്നു, രാത്രിയും ദൈവത്തിൻ്റെതാണ്. ഇത് അക്നോളജ് ചെയ്യുന്നിടത്താണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് അക്നോളജ് ചെയ്ത് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആ ദൈവത്തിന്റെ ആ പൂർണ്ണ വെളിപ്പാടിലേക്ക് എത്തും. ഇവിടെ പല ആളുകളും ഇടറിപ്പോകുന്നത്, രാത്രി എന്തുകൊണ്ട് എനിക്ക് ഈ രാത്രി ഭവിച്ചു. രാത്രി ദൈവത്തിൻ്റെതാണ്, പാർട്ട് ഓഫ് ഹിസ് പ്ലാൻ. രാത്രി എന്നും അങ്ങനെ നിൽക്കത്തില്ല, രാത്രി അവസാനിക്കും. രാത്രിക്ക് ഒരു അവസാനമുണ്ട്. രാത്രി കഴിയുമ്പോഴാണ് പകൽ വരുന്നത്. സെന്റ് അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയ തിരുവെഴുത്തതാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. പകൽ സമയത്തെന്ന പോലെ നമുക്ക് മര്യാദയായി നടക്കാം. രാത്രി ഒത്തിരി അനീതികൾ നടക്കുന്ന, പഴയ കാലത്തൊക്കെ എങ്ങനെയാ, വലിയ കൊലപാതകങ്ങൾ, അനീതികൾ, കരിഞ്ചന്ത വ്യാപാരങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം രാത്രിയുടെ മറവിലാണ് നടക്കുന്നത്. പഴയ കാലത്തെ കാര്യം ഞാൻ പറയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അനീതി ഉണ്ടോ, നീതി നിഷേധിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടോ? രാത്രിയാണ്. പക്ഷെ നിങ്ങൾ ആസാഫിനോട് ചേർന്ന്, ഈ സങ്കീർത്തനത്തോട് ചേർന്ന് പറയാൻ പറ്റുമോ? അല്ലെ പറ്റണം. രാത്രിയും നിന്റേതാണ്. പകൽ മാത്രമല്ല, അന്ധകാരം വാഴുന്ന, അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുന്ന, അനീതി നടമാടുന്ന രാത്രി, ദൈവമേ, ആ രാത്രി നിന്റേതാണ്. നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു സീസണാണ്, സീസൺ ഓഫ് ഇൻജസ്റ്റിസ്, അൺസർട്ടനിറ്റി, ഡാർക്ക്നെസ്. രാത്രി. പക്ഷെ ആ രാത്രിയും നിനക്കുള്ളത്. ഡാർക്ക്നെസ് ഈസ് ഓൾസോ യുവേഴ്സ്, ബിലോങ്സ് ടു യു. അതും കർത്താവേ നിന്റേതാണ്. We acknowledge. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, ഞങ്ങൾ അത് തിരിച്ചറിയുന്നു. God bless you. Thank you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.